ഏറ്റവും നന്നായിട്ട് നമ്മൾ ഗ്രൂം ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊന്നുമല്ല, നമ്മൾ ഫിസിക്കലിയോ മെൻ്റലിയോ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഫിസിക്കലിയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കും. എനിക്ക് സെർവിക്കൽ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. സത്യത്തിൽ ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചോറൊന്ന് കുഴച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ടൈറ്റ് ഡ്രസ്സ് ഇടാൻ ബുദ്ധിമുട്ടാണ്. എന്തു പറയാനാ, ഒന്ന് ടോയ്ലറ്റ് പോയി വാഷ് ചെയ്യാമെന്ന് പറഞ്ഞവരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ കാര്യങ്ങളേ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോഴുള്ള വിഷമം അതിലേറെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചുറ്റുമുള്ളവർക്കൊന്നും പൂർണ്ണമായും നമ്മളുടെ ഈ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് അനുഭവിക്കാത്തവർക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഇങ്ങനെയെങ്കിലും ഓക്കെ ആണല്ലോ എന്ന്. അപ്പോഴാണ് നമ്മളെ കൈവിടാതിരിക്കരുത്. കുറച്ചെങ്കിലും ഒരുങ്ങുക, പുറത്തിറങ്ങുക, ആൾക്കാരോട് സംസാരിക്കുക, ജോലിയിൽ ഏർപ്പെടുക. അതൊന്നും മറ്റുള്ളവരെ കാണിക്കാനല്ല, നമ്മളെ തന്നെ പിടിച്ചു നിർത്താനാണ്. കാരണം നമ്മൾ എല്ലാത്തിൽ നിന്നും പിന്മാറുമ്പോൾ പതിയെ ഉള്ളിൽ നിന്ന് വീക്കാവാൻ തുടങ്ങും. പക്ഷേ ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവിതവുമായി കണക്റ്റായി നിൽക്കുമ്പോൾ അതാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നത്. ഈ സമയവും കടന്നു പോകുമെന്ന് സ്വയം മനസ്സിലാക്കുക.